നിങ്ങളിൽ ആർക്കെങ്കിലും സമാധാനമില്ലാതെ വലയുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, ഓർക്കുക. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് 2 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നാണ്. നമ്മിൽ വസിക്കുന്നതും നമ്മോട് കൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യം നിമിത്തം. എന്താണ് നമ്മിൽ വസിക്കുന്നതും നമ്മോട് കൂടെ ഇരിക്കുന്നതുമായ സത്യം എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവെന്ന സത്യത്തെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയരെ, നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്ന വിലയേറിയ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. എന്നാൽ നമ്മളിൽ എത്ര പേര് പരിശുദ്ധാത്മാവിനോട് ദിനംതോറും സംസാരിക്കുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്? നമ്മുടെ ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനോട് തുറന്നു പറയുവാൻ നാം ഇന്നു മുതൽ മനസ്സ് വെക്കുക. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാലോ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കലേക്ക് വരത്തില്ല. നമ്മുടെ പപ്പായോ മമ്മിയോ സഹോദരങ്ങളോ ഒക്കെ ദൂരേക്ക് പോകുമ്പം നമുക്ക് ഓരോരുത്തർക്കും നല്ല സങ്കടമായിരിക്കും, അല്ലേ? എന്നാൽ ദൈവം പറയുന്നു, സങ്കടപ്പെടണ്ട, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ട് പോകുവാണ്. എൻ്റെ സമാധാനം, അല്ലെങ്കിൽ ഞാൻ തരുന്ന സമാധാനം ഒരിക്കലും ലോകം തരുന്നത് പോലെയല്ല. ഈ സമാധാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും സമാധാനമില്ലാതെ വലയുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, ഓർക്കുക, പരിശുദ്ധാത്മാവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ ധാരാളം സമാധാനം നിങ്ങൾക്ക് കിട്ടും. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസിനെ പറ്റി പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം കാരാഗൃഹത്തിൽ 2 പടയാളികളുടെ നടുവിൽ കിടന്ന് ഉറങ്ങുകയാണ്. നാളെ എന്ത് സംഭവിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടല്ല അദ്ദേഹത്തിൻ്റെ ചിന്ത. എന്നിരുന്നാലും ഒന്നും ദൈവം അറിയാതെയല്ല എന്നുള്ളൊരു ചിന്തയോടെ താൻ സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ്. പ്രിയരെ, നമുക്ക് എത്ര പേർക്ക് ഓരോ ദിവസത്തെ ചിന്തകൾ ഓർത്ത് ഭാരപ്പെടാതെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ട്? അങ്ങനെ സമാധാനമില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ അധികമായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അളവ് കൂടാതെയാണ് ദൈവം ആത്മാവിനെ നമുക്ക് പകർന്നു നൽകുന്നത്, അല്ലേ? എന്നാൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത്? കാത്തിരിക്കണം. ഇത് തന്നെയാണ് ദൈവം ശിഷ്യന്മാരോടും പറഞ്ഞത്. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കാൻ. അതേ പ്രിയരെ, ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കുക, അധികം പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എങ്കിൽ സ്വർഗസ്വനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അധികം കൊടുക്കാമെന്ന്. ഇന്ന് ആർക്കും പരിശുദ്ധാത്മാവിനെ അധികം വേണ്ട. ഇന്ന് വാഗ്ദത്തങ്ങളുടെ പുറകിൽ ഓടുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ സാധിക്കും. വാഗ്ദത്തങ്ങളൊന്നും വേണ്ട എന്നല്ല പറഞ്ഞത്, പക്ഷേ വാഗ്ദത്തം ചെയ്ത ദൈവത്തെയാണ് നാം ആദ്യം അന്വേഷിക്കേണ്ടത്. വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാനാണ് നാം ദിനംതോറും ആഗ്രഹിക്കേണ്ടത്. ഇന്ന് പലർക്കും പൂർണ്ണമായിട്ടൊരു സന്തോഷമില്ല. എല്ലാം ഉണ്ട്, ഭവനമുണ്ട്, വാഹനമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ പലതിനെ പറ്റിയുള്ള വിചാരങ്ങളും ചിന്തകളാലും അനേകരിന്ന് ഭാരപ്പെടുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളിൽ പലർക്കും സമാധാനമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ, ഒരു പൂർണ്ണതയുടെ അവസ്ഥയിലേക്ക്, സന്തോഷത്തിൻ്റെ പൂർണ്ണതയുടെ അവസ്ഥയിലേക്ക് എത്തി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചിന്തിക്കുക, നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ അളവ് എവിടെയൊക്കെയോ കുറഞ്ഞു പോയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, കഷ്ടമില്ല എന്നല്ല ദൈവം പറഞ്ഞത്. എങ്കിലും ധൈര്യപ്പെടുവീൻ, ദൈവം ഈ ലോകത്തെ ജയിച്ചവനാണ്, ലോകത്തിൻ്റെ കഷ്ടങ്ങളെ ജയിച്ചവനാണ്. എങ്ങനെയാണ് ജയിച്ചത്? ദിനംതോറും പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുള്ള യാത്ര, ആത്മാവിൽ ബലപ്പെട്ട് ഓരോ ദിവസവും യേശു കർത്താവ് മുന്നേറിയപ്പോൾ തനിക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ കഴിഞ്ഞു, തൻ്റെ മരണത്തെ ജയിക്കുവാൻ കഴിഞ്ഞു, ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിഞ്ഞു. ഇന്ന് ഓരോ പ്രശ്നങ്ങളിൽ ഉഴലുന്നുണ്ടെങ്കിൽ, ഓരോ പ്രശ്നങ്ങളിൽ ഭാരപ്പെട്ട് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ, ഓരോ ദിവസവും നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ അധികം പ്രാപിക്കണം. കർത്താവും അതാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ സത്യം ഇന്ന് അനേകർക്കും വേണ്ട. ഇതാ സത്യം എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ പലപ്പോഴും പലരും മറന്നു പോവുകയാണ്. വചനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിനെ നാം ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. നിങ്ങൾ ഓർക്കുക, നമ്മളോട് സംസാരിക്കാൻ കാത്തിരിക്കുന്ന നല്ലൊരു പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഓഫീസുകളിൽ ഒക്കെ ആയിരിക്കുമ്പോൾ, ജോലിയിലൊക്കെ ആയിരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്.
ആ നല്ല പരിശുദ്ധാത്മാവിനെ നൽകി തന്ന ദൈവത്തെയും നാം ദുഃഖിപ്പിക്കരുത്. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും, ഓരോ മണിക്കൂറും ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി അധികം ദാഹിക്കുക. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടു നടക്കും, നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. വചനത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കാം. അതെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം നിങ്ങൾക്ക് ഗ്രഹിക്കണമെങ്കിൽ, കേൾക്കണമെങ്കിൽ കാത്തിരുന്നേ മതിയാകത്തുള്ളൂ. പലപ്പോഴും വചനമൊക്കെ ധൃതി വെച്ച് വായിച്ചു പോകാതെ, പെട്ടെന്ന് പ്രാർത്ഥിച്ച് ഓടിപ്പോകാതെ, അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ പ്രാർത്ഥന തീർക്കാതെ കാത്തിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അധികം ദൈവം പകർന്നു നൽകും. എന്നാൽ നിങ്ങൾ ചോദിക്കുക, ദൈവമേ, പരിശുദ്ധാത്മാവിനെ എനിക്ക് ഓരോ ദിവസവും അധികമായിട്ട് പകർന്നു നൽകണം. മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് മാറി ചിന്തിക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി അധികം കാത്തിരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.